നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഉപഭോക്താക്കളെ സാറ്റിസ്ഫൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രധാന മാർഗമാണ് ക്വിക്ക് സർവീസ് എന്ന് പറയുന്നത്. എത്രയും പെട്ടെന്ന് അവരുടെ മുമ്പിലേക്ക് സർവീസ് എത്തിക്കുക. എന്താ ഇതിന് സൊല്യൂഷൻ? പല റെസ്റ്റോറൻറ്റുകളിലും നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ടേബിളിൽ ഇരുന്ന് കഴിഞ്ഞാൽ 1 മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ കഴിയുമ്പോഴാണ് നമുക്ക് സർവീസ് സ്റ്റാഫ് വരിക, അല്ലെങ്കിൽ അവിടുത്തെ ക്യാപ്റ്റൻ നമ്മുടെ അടുത്തെത്തുക. അതേസമയം നിങ്ങൾ അവിടെ ഇരുന്നു ഒരു 10 സെക്കൻഡ്സ് അല്ലെങ്കിൽ 15 സെക്കൻഡ്സിനുള്ളിൽ നിങ്ങളുടെ മുമ്പിൽ സർവീസ് സ്റ്റാഫ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവില്ലേ? ഇത് നമ്മൾ പല സമയത്തും നമ്മൾ ശ്രദ്ധിക്കാറില്ല. കാരണം ഒരു കസ്റ്റമർ പ്രതീക്ഷിക്കുന്നത് അവര് വന്ന് അവരുടെ ടേബിളിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവരുടെ ചെയറിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് എത്രയും പെട്ടെന്ന് സർവീസ് കിട്ടുക എന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ നമ്മൾ സമയം വൈകിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില റെസ്റ്റോറൻറ്റുകളിൽ മനഃപൂർവ്വം 1 മിനിറ്റ് വരെയൊക്കെ സമയം വൈകിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ഇത് വലിയ ഫിനാൻഷ്യൽ ലോസ് ആ ബിസിനസ്സിൽ ഉണ്ടാക്കും. കാരണം എന്താ? കസ്റ്റമർ അൺസാറ്റിസ്ഫൈഡ് ആയി മാറും. അപ്പൊ കസ്റ്റമറുടെ മുമ്പിൽ വരുന്ന വെയിറ്ററോട് അല്ലെങ്കിൽ അവരുടെ സർവീസ് സ്റ്റാഫിനോട് എത്രയും പെട്ടെന്ന് കിട്ടുന്ന ഭക്ഷണം എന്താണ് എന്നുള്ള ചോദ്യത്തിലേക്ക് കസ്റ്റമർ പോകും. കാരണം കസ്റ്റമർ എന്താ 1 മിനിറ്റോളം അവിടെ ഇരുന്ന് ആ സമയം ലോസ് ചെയ്യപ്പെട്ടു എന്ന് തോന്നുന്ന മാനസികാവസ്ഥയിൽ ഇനി എത്രയും പെട്ടെന്ന് ഭക്ഷണം കിട്ടിയാൽ കഴിച്ചാൽ പോവാം, ഇവിടുത്തെ സർവീസ് അത്ര ബെറ്റർ അല്ല എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അദ്ദേഹം മാറും. അവിടെ നിങ്ങൾ അപ്സെല്ല് ചെയ്യാനും നിങ്ങൾ ക്രോസിൽ ചെയ്യാനും ഒന്നുള്ള അവസരം നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ക്വിക്ക് സർവീസ് എന്നുള്ള സിസ്റ്റത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? വളരെ ഫാസ്റ്റ് ആയിട്ട് വരുന്ന കസ്റ്റമറുടെ മുമ്പിലേക്ക് നമ്മുടെ സർവീസ് സ്റ്റാഫ് എത്തണം. ഇതിനുള്ള സംവിധാനമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ ഫുഡ് ഡെലിവറി ചെയ്യുന്നതിൽ നിങ്ങൾക്ക് വരുന്ന ആ ഒരു സാഹചര്യം, ഒരു നോർമൽ ടൈമിംഗ് ഉണ്ടാവും അല്ലെ? ആ ടൈമിംഗ് ഒക്കെ നിങ്ങൾ എടുത്തോളൂ. പക്ഷെ ഫസ്റ്റ് അറ്റൻഷൻ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കസ്റ്റമറുടെ മുമ്പിൽ എത്തിയിരിക്കണം. കസ്റ്റമറുമായിട്ട് നല്ലൊരു റാപ്പോ ബിൽഡ് ചെയ്യാനുള്ള സമയമാണ് നിങ്ങൾക്കത്. കസ്റ്റമറുടെ മാനസികാവസ്ഥ നെഗറ്റീവ് ആകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ആ റാപ്പോ ബിൽഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്സെൽ ചെയ്യാനും ക്രോസിൽ ചെയ്യാനും ധാരാളം അവസരങ്ങൾ നിങ്ങൾക്ക് ആ കസ്റ്റമറിൽ നിന്ന് കിട്ടും. ഇങ്ങനെ നിങ്ങളുടെ റെസ്റ്റോറന്റ് ബിസിനസ്സിനെ വലിയ റവന്യൂയിലേക്ക് നമുക്ക് മാറ്റിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് കഴിയും. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? വളരെയധികം ശ്രദ്ധിക്കണം റെസ്റ്റോറന്റ് ബിസിനസ്സിൽ. താങ്ക് യു.